പാക് അഫ്ഗാൻ അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ പിടിച്ചെടുത്തതായി അവകാശവാദം. നിരവധി സൈനികരെ വധിച്ചു. തിരിച്ചടി പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് അവകാശവാദങ്ങൾ നിഷേധിച്ച് പാകിസ്ഥാൻ സൗദി അറേബ്യയുടെ സഹായം അഭ്യർത്ഥിച്ചു. ഇസ്രായേലിലെ ചരിത്ര സന്ദർശനത്തിൽ മോദി ഒപ്പുവെച്ചത് 27 കരാറുകളിൽ ഇന്നോവേഷൻ, സാംസ്കാരിക വിനിമയം, നിർമ്മാണം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ യുണൈറ്റഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് സിസ്റ്റം ഇസ്രായേലിൽ ഉപയോഗിക്കാനും ധാരണ. മോദിയുടെ സന്ദർശനം ആഴത്തിലുള്ള വൈകാരികത നിറഞ്ഞതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. അമേരിക്കയുമായുള്ള യുദ്ധഭീതി തുടരുന്നതിനിടെ ചൈനയിൽ നിന്ന് അത്യാധുനിക മിസൈൽ വാങ്ങാൻ ഇറാൻ. വാങ്ങുന്നത് സൂപ്പർസോണിക് കപ്പൽവേധ മിസൈലായ CM-302. വിമാനവാഹിനി കപ്പലുകളെ അടക്കം തകർക്കാൻ സാധിക്കും വിധം രൂപകൽപ്പന. ഇറാൻ US സമാധാനം ഉറപ്പാക്കാനുള്ള ജനീവ ചർച്ചയിൽ പുരോഗതിയെന്ന് ഒമാൻ. സിംബാബ്വെക്കെതിരായ ഇന്ത്യൻ ജയത്തിൽ സഞ്ജുവിന്റെ പ്രകടനം നിർണായകമായോ? ഡഗ്ഔട്ടിൽ ഗംഭീർ സഞ്ജുവിനെ അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങൾ വൈറൽ. സഞ്ജുവിനെ അഭിനന്ദിച്ച് ഇർഫാൻ പഠാനും. സമാന്തര അന്വേഷണം ആരംഭിച്ച റെയിൽവേ. ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തി. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഇന്ന് CPM PB യോഗം. പിണറായി വിജയനെ കൂടാതെ A. വിജയരാഘവനും മത്സരിച്ചേക്കും. ജില്ലകളിൽ നിന്നുള്ള പട്ടിക നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. RSPയിൽ തർക്കമായി ഇരവിപുരം. NK പ്രേമേന്ദ്രന്റെ മകനെ മത്സരിപ്പിക്കാനുള്ള നീക്കവുമായി ഒരു വിഭാഗം. ഇന്നലെ ചേർന്ന ജില്ലാ കൗൺസിലിലും തീരുമാനമായില്ല. ചവറയിൽ ഷിബു ബേബി ജോണും കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും മത്സരിക്കും. കേരള സ്റ്റോറി 2 തർക്കത്തിൽ അവ്യക്തത തുടരുന്നു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും. ഇന്നലെ രാത്രിയും തുടർന്ന് വാദം. വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരനെ കാറിടിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്നു. മദ്യപിച്ചതിനാലെന്ന പ്രതികളുടെ മൊഴി വിശ്വസിക്കാത്ത പോലീസ്. കാറിൽ ഉണ്ടായിരുന്ന സ്ത്രീയെ കണ്ടെത്താനും ശ്രമം. പ്രതികൾ പിടിയിലായത് കൊല്ലത്ത് നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.